ഹേ ഗൈസ്, വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്നത്തെ വീഡിയോ കുറച്ച് നമുക്ക് അപ്പപ്പോഴായിട്ട് കിട്ടിയ ഒരു കണ്ടൻറ്റും പിന്നെ കല്യാണ വിശേഷം, അതായത് കല്യാണ വീട്ടിലെ വിശേഷം കുറച്ചായിട്ട് അങ്ങനെ എടുത്തതാണ്. അവർ പ്രത്യേകിച്ച് പറഞ്ഞായിരുന്നു നീ അത് എടുക്കണം എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് ഞാൻ അത് എടുത്തത് തന്നെ. അപ്പം എല്ലാവരും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഇൻഷാ അല്ലാഹ് ഞാൻ പുതിയ വീഡിയോ ഒക്കെ ആയിട്ട് ഉടനെ വരുന്നതായിരിക്കും. പക്ഷേ എനിക്ക് വീഡിയോ ചെയ്യുമ്പോഴത്തേക്കും അത് വോയിസ് ഓവർ കൊടുക്കാൻ വെക്കേഷനൊക്കെ ആയതുകൊണ്ട് ഭയങ്കര ബഹളം സൗണ്ടൊക്കെ ആയിരുന്നു. അപ്പം ഞാനത് അതിരാവിലെ എടുത്തൊരു വീഡിയോ ആണ്. ആദ്യം ഞാൻ ഉറക്കം മുമ്പ് ഉമ്മ ഉടുപ്പൊക്കെ കഴുകി വെയിലത്ത് ഉണക്കാൻ വേണ്ടി ഇടുമ്പോഴത്തേക്ക് ഞാനത് ചുമ്മാ ജസ്റ്റ് എപ്പോഴെങ്കിലും എന്തെങ്കിലും കിട്ടുമല്ലോ എന്ന് പറഞ്ഞ് എടുത്തതാണ്. അത് കഴിഞ്ഞിട്ട് ഇത്താടെ മോളെയും കൊണ്ട് ഹോസ്പിറ്റലിൽ വന്നതാണേ, മോൾക്ക് വയ്യ. അപ്പം അവിടെ വന്നപ്പോഴത്തേക്ക് ഹോസ്പിറ്റലിൽ നിന്ന് ഡോക്ടറില്ലെന്ന് പറഞ്ഞിട്ട്, അവിടെ ഒരു ക്ലിനിക്കിലാണ്, ഡോക്ടറില്ലെന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ പിന്നെ ഒരു ഫർണിച്ചറൊക്കെ മേടിക്കണമായിരുന്നല്ലേ, കല്യാണ വീടൊക്കെ അല്ലേ. അപ്പോൾ അതിനാവശ്യമായിട്ട് നമ്മൾ മണക്കാടുള്ള മയൂരിൽ പോയായിരുന്നേ. മയൂരിൽ പോയപ്പോഴത്തേക്കും നമുക്ക് ആവശ്യമുള്ള അവിടെ എല്ലാം അറിയാമല്ലോ, നമുക്ക് വേണ്ടത്ര സാധനമുണ്ട്. പക്ഷേ അവിടെ ഭയങ്കര വില ആയതുകൊണ്ട് നമുക്ക് എടുക്കേണ്ട ഒരു സാധനം എടുത്തുകൊണ്ടാണ് അവിടെ നിന്ന് വന്നത് തന്നെ. പിന്നെ ബാക്കിയുള്ളതൊക്കെ അങ്ങ് നമ്മൾ സാധാരണ ഒട്ടുമിക്ക ആൾക്കാർ ഇപ്പം നമ്മുടെ ഈ ട്രിവാൻഡ്രത്തുള്ളവരൊക്കെ ബാലരാമപുരത്താണ് പോയി മേടിക്കുന്നത് തന്നെ. അപ്പം ഞാൻ ഈ കണ്ണാടിയൊക്കെ കണ്ടപ്പോൾ ചുമ്മാ ജസ്റ്റ് ഒന്ന് ഒരു വീഡിയോ എടുക്കാമെന്ന് പറഞ്ഞിട്ട് എടുത്തതാണ്. അപ്പം ഞാൻ എന്ത് ചെയ്തോ, അവിടെ എടുത്തതിൻ്റെ ബില്ലിങ്ങും പേയ്മെൻറ്റൊക്കെ അത് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ പിന്നെ ഞാൻ ബാക്കിയുള്ള എന്തൊക്കെ ഉണ്ടെന്ന് പറഞ്ഞിട്ട് അതൊക്കെ ഒന്ന് ചുറ്റി നോക്കുമായിരുന്നു. അപ്പം അതൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ അവിടെ ഒരുപാട് നേരം ഒരുപാട് നേരം സമയം അവിടെ സ്പെൻഡ് ചെയ്തായിരുന്നു. അത് കഴിഞ്ഞിട്ട് അവർ സാധനം വലിയ സാധനം എടുക്കുമ്പോൾ അവർ അത് ഇവിടെ അടുത്ത ദിവസം കൊണ്ടുവരും വീട്ടിലേക്ക്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ എന്ത് ചെയ്തു, അടുത്തത് വീട്ടിൽ വന്ന് നോക്കി ഒരു 7 മണി 8 മണി ആയപ്പോഴത്തേക്കും ഒരു ചെറിയൊരു മഴ ഉണ്ടായിരുന്നു. അതായത് അതേത് ദിവസമായിരുന്നു, അത് നല്ല ഓർമ്മയില്ല അത് ഏത് ദിവസമാണെന്ന്. ഇന്നലത്തെ മഴയല്ല, അതിന് മുമ്പുള്ള മഴയാണേ. പിന്നെ സ്കൂളില്ലാത്തത് കൊണ്ട് ദിവസമൊന്നും അധികം ഓർത്ത് വെക്കാറില്ല. അപ്പോൾ അത് ചൊവ്വാഴ്ച ആണെന്ന് തോന്നുന്നു, അല്ല തിങ്കളാഴ്ച എന്നാണ് തോന്നുന്നത്. അപ്പോൾ അന്ന് രാത്രി മഴ പെയ്തപ്പോഴത്തേക്ക് പിന്നെ നമ്മൾക്ക് കിടക്കണമല്ലോ, വീട്ടിൽ കിടക്കാൻ ഭയങ്കര ചൂടായതുകൊണ്ട് ഞങ്ങൾ എന്ത് ചെയ്തു, ടെറസിന് മുകളിൽ പോയിട്ട് അവിടെ തൂത്ത് പിന്നെ വെള്ളം പോകില്ല എന്ന് മനസ്സിലായി. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ എന്ത് ചെയ്തു, മോപ്പിട്ട് തുടച്ചെടുത്തായിരുന്നേ. പിന്നെ വൈപ്പർ വെച്ച് വൈപ്പ് ചെയ്തു. ഇതൊക്കെ ചെയ്തിട്ടാണ് ഞങ്ങൾക്ക് അന്ന് കിടക്കണമെന്ന് പറഞ്ഞിട്ട് നിർബന്ധത്തില്ല, ഞങ്ങൾ ഇതൊക്കെ ചെയ്തിട്ട് ലാസ്റ്റ് അത് കുറച്ച് കഴിഞ്ഞ് ഞങ്ങൾ പിന്നെ അത് കുറച്ച് കഴിഞ്ഞ് ഉണങ്ങിക്കോളും എന്നൊക്കെ പറഞ്ഞിട്ട് ഞങ്ങൾ താഴോട്ട് വന്നായിരുന്നു. താഴോട്ട് വന്നിട്ട് കുട്ടികൾക്ക് ഫുഡൊക്കെ കൊടുത്ത് കുറേ കഴിഞ്ഞിട്ട് നമ്മൾ ഇവിടെ പിള്ളേരുടെ കൂടെയൊക്കെ കുറച്ച് നേരം ഇരുന്ന് ഫോൺ നോക്കി അങ്ങനെയൊക്കെ കഴിഞ്ഞതിന് ശേഷം അവിടെ മേളിൽ ചെന്നപ്പോഴത്തേക്കും അത് ഒരുപാട് നല്ല ഉണങ്ങിപ്പോയിട്ടുണ്ടായിരുന്നു. അപ്പം ഇതിപ്പോൾ ഞങ്ങൾ മീതം ഒന്ന് പോളിഷ് ചെയ്തെടുത്താണ്, കാരണം ഞങ്ങൾക്ക് മേളിൽ നിന്ന് ഇങ്ങനെ ചോരുന്നുണ്ടായിരുന്നു. അപ്പം അത് കാരണം പോളിഷ് ചെയ്തെടുത്തപ്പോഴത്തേക്കും വെള്ളമൊക്കെ ചോർച്ച മാറുന്നുണ്ട്, പെട്ടെന്ന് വെള്ളം വരുന്നത് ഉടനെ ഉണങ്ങി പോകുന്നുണ്ട്, അതൊരു പ്രത്യേകതയാണ്. അപ്പം ഇത് അന്നല്ല ഇത് പിറ്റേന്ന് ഞങ്ങൾ കുട്ടികൾ പറഞ്ഞ് ഡോൾഫിൻ ഓടിവാന്ന് പറഞ്ഞിട്ട് ഞാൻ ഫോൺ എടുത്തുകൊണ്ട് പോയപ്പോഴത്തേക്കും ഡോൾഫിന് ഇങ്ങനെ ചാടി പോകുന്നുണ്ട്. അത് ഡോൾഫിനാണെന്ന് അറിയില്ല, എല്ലാവരും പറയും അത് കടൽ പന്നിയാണെന്നൊക്കെ പറയും. അപ്പം ഞങ്ങൾ പിന്നെ അത് ചുമ്മാ ജസ്റ്റ് ഇങ്ങനെ നോക്കിയിട്ട് അത് കഴിഞ്ഞ് നമുക്ക് കാണുന്നുണ്ട്, പക്ഷെ വീഡിയോയിൽ വ്യക്തമായിട്ട് കാണുന്നില്ല. അത് ഏതോ ഒരു സൈഡിൽ നിന്ന് ജസ്റ്റ് ഇങ്ങനെ പൊങ്ങി പോകുന്നതായിട്ട് ഇത് ചെറുതായിട്ട് കണ്ടാൽ മനസ്സിലാവും. അപ്പോൾ അതും കണ്ടതിന് ശേഷം പിന്നെ ഞങ്ങൾ എന്ത് ചെയ്ത്, ഇനി വൈകുന്നേരം ഒരു മഴയ്ക്കുള്ള ഇതൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാനത് നല്ല കാറ്റായപ്പോൾ നമുക്ക് മനസ്സിലാവും മഴയൊക്കെ വരും എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ ഇവരൊക്കെ കുളിക്കാമെന്ന് പറഞ്ഞിട്ട് നിൽക്കുകയാണ്. എന്നിട്ട് അവർ മഴ വരുന്നതിന് മുമ്പ് ഫസ്റ്റ് കുളിച്ചായിരുന്നു. രണ്ടാമത് കുട്ടികളൊക്കെ കുളിക്കുന്നതെന്ന് പറഞ്ഞിട്ട് ഞാൻ ഈ ട്രൈപോഡ് എടുത്തുകൊണ്ട്
എൻ്റെ കയ്യിൽ നിന്ന് താഴെ വീണ് അത് പൊട്ടിയായിരുന്നു. മേടിച്ച് 1.5 മാസം എന്താ ആയിട്ടുള്ളൂ. അത് പൊട്ടി. ഇനിയിപ്പോൾ ഇത് എപ്പോഴെങ്കിലും ഇനി ഓൺലൈനിൽ നിന്ന് മേടിക്കത്തില്ല. ഇനിയിപ്പം ഇത് ഏതെങ്കിലും ഷോപ്പിൽ പോയി തന്നെ മേടിക്കണം. അതാകുമ്പോഴത്തേക്കും നമുക്ക് ജസ്റ്റ് 1000 രൂപയുടെയൊക്കെ സാധനമാകുമ്പോൾ ഒരു കുറച്ച് ദിവസമെങ്കിലും എന്തെങ്കിലും പറ്റി നമുക്ക് കൊണ്ട് കൊടുക്കാമല്ലോ. ഇത് നമുക്ക് അവിടെ കുറച്ച് ദിവസത്തെ എന്താ വാറൻറ്റി ഉള്ളതെന്നൊക്കെ പറയുള്ളൂ. അപ്പോൾ പിന്നെ അങ്ങനെ പിന്നെ കുട്ടികൾ പിന്നെ മഴയത്ത് കുളിക്കുന്നത്, പിന്നെ മഴയുടെ ഒരു ജസ്റ്റ് ഒരു വീഡിയോ ഒക്കെ എടുത്തിട്ട് അത് പിന്നെ കുറച്ച് നേരം അവിടെ ചുറ്റുമുള്ളവർ ഇതൊക്കെ കണ്ട് ബാക്കിയുള്ള കുട്ടികളൊക്കെ മേളിൽ നിന്ന് കുളിക്കുകയാണ്. അപ്പോൾ ഇനി മേളിൽ നിന്ന് കുളിച്ചാൽ ഇനി ഉണങ്ങാൻ പാടെന്ന് പറഞ്ഞ് മനസ്സിൽ വിചാരിച്ചുകൊണ്ടിരുന്നു. അതിന് മുമ്പ് അവർ ഇറങ്ങി. പിന്നെ ഇവിടെ കല്യാണ തിരക്കിൻ്റെ ഓരോ ഒരുക്കങ്ങളായിട്ട് ഞാൻ പിന്നെ ഈ വീടിനകത്ത് കയറി. അവർ പറഞ്ഞ് ഇതൊക്കെ ഒരു മെമ്മറി അല്ലേ, ഇരിക്കട്ടെ എന്നൊക്കെ പറഞ്ഞിട്ട് എടുത്തതാണ്. അങ്ങനെ ഇവിടെ കബോർഡ് ചെയ്ത് പിടിപ്പിക്കുകയാണ്. നമ്മൾ ഇവിടെ ആൾക്കാർ വന്നിട്ട് അവർ പറയുന്ന ഒരു ഇതിൽ അടിച്ച് പിന്നെ അതിൽ നമ്മൾ പെയിൻ്റ് അടിക്കുകയാണ്. പെയിൻ്റൊക്കെ അടിച്ചിട്ട് പിന്നെ മുകളിൽ ഇവർക്ക് സീറ്റ് ആയതുകൊണ്ട് സീലിംഗ് ഒക്കെ ചെയ്യണം. അപ്പോൾ അതിൻ്റെ ഒരു തിരക്കും കാര്യമൊക്കെ ആയിരുന്നു. അപ്പോൾ ഞങ്ങളുടെ വീട്ടിൽ സീലിംഗ് ചെയ്യാൻ വന്ന അനിയൻ്റെ ഫ്രണ്ട്സാണ്. നല്ല സൂപ്പറായിട്ട് ചെയ്യുന്നുണ്ട്. ഇതിപ്പോൾ കല്യാണ പെണ്ണാണ്. അവൾ ചട്ടിയിൽ ചോറ്, അവൾക്ക് വണ്ണം വെക്കണമെന്ന് പറഞ്ഞിട്ട് ചട്ടിയിൽ ചോറൊക്കെ ഇട്ട് കൊടുക്കുകയാണ്, കഴിയെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പം അതിനിടയിൽ പണി അവിടെ അങ്ങോട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. പിന്നെ ഞാൻ ഇവിടെ വന്നിട്ട് കുറേ നേരം അവളെ കൂടെ സംസാരിച്ചും കുറച്ച് നേരം ഇങ്ങനെയൊക്കെ ഇരുന്നിട്ട് പിന്നെ ഞാൻ വീണ്ടും വീഡിയോ അധികം എടുത്തിട്ടില്ല, കുറച്ചേ ഞാൻ എടുത്തുള്ളൂ. കാരണം അറിയാത്ത കുട്ടികളല്ലേ, അപ്പോൾ അവരെ വെറുതെ കാണിക്കേണ്ടെന്ന് പറഞ്ഞിട്ട് ഞാൻ അവരെ ഒന്ന് ബ്ലറാക്കി വെച്ചിട്ടുണ്ട്. അപ്പം ഈ പണി ചെയ്തെന്ന് പറയുമ്പം നല്ല പെർഫെക്റ്റായിട്ട് ചെയ്തിട്ടുണ്ട്. ഞങ്ങളത് കണ്ടപ്പോഴേ നമ്മൾ പറയായിരുന്നു, നല്ല ചെയ്യാൻ അറിയാവുന്ന മക്കളാണ്. അപ്പോൾ ഈ പിള്ളേരെ ഇനി വിളിച്ചാൽ മതി, അവർ സൂപ്പറായിട്ട് ചെയ്ത് തരും. ഇതാണ് കല്യാണ റൂമിൽ മാത്രമേ അതായത് മണവാട്ടിയുടെ റൂമിൽ മാത്രമേ അത് ചെയ്യുന്നുള്ളായിരുന്നു. അങ്ങനെ അതൊക്കെ കഴിഞ്ഞിട്ട് ഇത് രാവിലെ എടുത്ത വീഡിയോ ആണെന്ന് രാവിലെ എടുത്തതാണേ. ഞാൻ ഇത് ഒരു ഡിറ്റർജൻറ്റ് നമ്മൾ ഫെയറി പിന്നെ എന്താ പറയുന്നത് വിമ്മ് ലിക്വിഡ് അങ്ങനെയൊക്കെ പറയൂലേ, അത് വീട്ടിൽ പാത്രം കഴുകുന്ന സാധനം, അത് ഞങ്ങൾ വീട്ടിലാണ് ഇപ്പോൾ അത് ചെയ്യുന്നത്. അപ്പോൾ അത് ഞങ്ങളുടെ അതായത് ഉമ്മയുടെ അനിയത്തിയുടെ മോൻ്റെ വൈഫാണ്. അവർ വീട്ടിൽ ഇങ്ങനെ ചെയ്യുന്നുണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് ഞങ്ങൾക്ക് എവിടെ നിന്നാണ് മേടിച്ചതൊക്കെ കാണിച്ചു തന്ന് അങ്ങനെ ഞങ്ങൾ വീട്ടിലാണ് ചെയ്യുന്നത്. ആ കാണിച്ച പേപ്പറിൽ എല്ലാം ഇത് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാനും എൻ്റെ വേറൊരു അതായത് ഉമ്മയുടെ അനിയത്തിയുടെ മോളുമായിട്ട് ചെയ്യാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ജസ്റ്റ് ഒരു കണ്ടൻറ് ഇരിക്കട്ടെ എന്ന് പറഞ്ഞിട്ട് അതും കൂടെ എടുത്തതാണ്. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യണം. ഇൻഷാ അല്ലാഹ് അടുത്തൊരു വീഡിയോ ആയിട്ട് ഉടനെ വരുന്നതായിരിക്കും.